ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പൊതുവിൽ എല്ലാ രാജ്യങ്ങളും തന്നെ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിലേക്കാണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ 2 ദിവസത്തേക്കും കൂടിയാണ് അവിടുത്തെ എനർജി, അതായത് ഓയിൽ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. റിസർവ് സ്റ്റോറേജ് എല്ലാം തന്നെ അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫിലിപ്പൈൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ കപ്പലുകൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടന്നു വരാൻ ഇറാന് ചുങ്കമൊന്നും കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള അഡീഷണൽ ഫീസും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള വാർത്ത. പക്ഷേ ചൈന പറയുന്നത് ചൈനയുടെ കപ്പലുകൾക്ക് അവർ ചുങ്കം വാങ്ങിച്ചിട്ടുണ്ട്, അവർ യുവാനിൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ചൈനയുടെ സൈഡിൽ നിന്ന് വരുന്ന കൺഫർമേഷൻ. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും പല മാതിരിയുള്ള പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് 2 വിഷയം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ മോഡിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് അവരുടെ നീഡ് എന്താണ്, അവരുടെ ആവശ്യം എന്താണ്, യുദ്ധം നിർത്താനുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ പല രാജ്യങ്ങളുമായിട്ടും സംസാരിച്ചിട്ട് ആ രാജ്യങ്ങളുടെ നേതാക്കളെ വെച്ചിട്ട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോസിറ്റീവ് നോട്ട് കളക്ട് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച ആ ട്വീറ്റ്, ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഷഹബാസ് ഷെരീഫ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഒരു മീഡിയേഷൻ വഹിക്കാം, ഒരു സമാധാനം വരണം എന്നുള്ള തരത്തിൽ ഒരു പോസിറ്റീവ് നോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഷഹബാസ് ഷെരീഫ് പബ്ലിഷ് ചെയ്ത ആ ഒരു ട്വീറ്റിനെ തന്നെ എടുത്ത് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ഷഹബാസ് ഷെരീഫിന്റെ ട്വീറ്റ് വരെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ട്രംപ് എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാനെ ഈ വിഷയത്തിൽ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇറാൻ ഇരട്ടത്താപ്പ് കാണിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. IRGCക്കുള്ളിൽ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ റൈവലറി ഉണ്ട്. അവിടെ തന്നെ ഭരണം ആർക്കാണെന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ തർക്കങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ സീനിയർ കാറ്റഗറി, ജൂനിയർ കാറ്റഗറി എന്നുള്ള എംപ്ലോയീസ് IRGCയുടെ ഉള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടിയുള്ള വടംവലികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിലും അവർ കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാട് ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് 2 രാജ്യങ്ങൾ ഇവിടെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിലൊന്ന് ഇസ്രായേലാണ്. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ ഇറാന്റെ മേലുള്ള ആക്രമണങ്ങൾ തുടരുന്നു. അതുപോലെ ഇറാനും ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മേലിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതിലേക്കൊരു ഉത്തരം ട്രംപിനെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. ട്രംപിന്റെ മാത്രം ബെനിഫിറ്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അതാ വരുന്ന 26-ാം തീയതി ഒരു ഡീൽ സൈൻ ചെയ്യാൻ പോവാണ്. 750 ബില്യൺ വർത്തുള്ള ഒരു ഡീൽ. ഈ ഡീൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ജാക്ക് പോട്ടാണ്. അതായത് ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാസ് പ്ലാന്റ് ഇറാന്റെ ആക്രമണത്തിന് വിധേയമായി ഖത്താർ LNG പ്രൊഡക്ഷൻ, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ നിർത്തിയതിനെ തുടർന്ന് അമേരിക്കയിൽ നിന്നും ഗ്യാസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയന്റെ ഉർസുല ഫോൺ ഡർ ലൈൻ 26-ാം തീയതി അമേരിക്കയിൽ പോയിട്ട് ഇത് സൈൻ ചെയ്യാൻ പോവാണ്. 750 ബില്യന്റെ ഡീൽ. അമേരിക്കയ്ക്കാണ് നേട്ടം. ഇനിയിപ്പോൾ ഈ എണ്ണ കമ്പനികളൊക്കെ ഇപ്പം ഇത്രയും മാത്രം വില കൂടിയപ്പോഴത്തേക്കും, ഈ എണ്ണയുടെ പ്രൈസ് ഇത്രമാത്രം ഉയർന്ന സ്ഥിതിക്ക് ഒരു ബാരലിന് 100+ മറികടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നേട്ടമാർക്കാണ്. പരമാവധി എണ്ണ കമ്പനികളെല്ലാം ലീഡ് ചെയ്യുന്നതും അതിന് ഓണർഷിപ്പ് വഹിച്ചിരിക്കുന്നതും എല്ലാം തന്നെ അമേരിക്കൻ കമ്പനികളാണ്. ഈ അമേരിക്കൻ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ചേരിയായിട്ടുള്ള റഷ്യയ്ക്കും നല്ല രീതിയിലുള്ള ലാഭം കിട്ടുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ 2 വിഷയങ്ങളിൽ ഇറാൻ അമേരിക്കയെ വ്യക്തമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇറാന്റെ എണ്ണയ്ക്ക് സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ ഇറാൻ എണ്ണ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ ഈ സാഹചര്യത്തിൽ എണ്ണ വിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണ്? അവരുടെ എണ്ണ ഇതിന് മുമ്പും ചൈനയ്ക്ക് മാത്രമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ചൈന തന്നെയാണ് അവരുടെ 85% ക്രൂഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അഡീഷണൽ മാർക്കറ്റ് കണ്ടെത്തി എണ്ണ വിൽക്കേണ്ട സാഹചര്യമില്ല. അപ്പം അതുകൊണ്ട് ഇറാന്റെ എണ്ണ മാർക്കറ്റിലേക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ ഇറാൻ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവർക്ക് ഏതാണ്ട് 14 ബില്യൺ വർത്ത് വരുന്ന ട്രേഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഓയിൽ ശേഖരം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ മൊമെന്റിൽ അവർ എണ്ണ വിറ്റ് ഈ റവന്യൂ ഉണ്ടാക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശക്തമായ അമേരിക്കൻ വിരോധമാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർ കൃത്യമായിട്ട് അത് ആ അജണ്ട മുന്നിൽ വെച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആ മേഖലയിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇപ്പം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ട് ബഹ്റൈൻ UN അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഷിപ്മെന്റുകൾക്ക് ക്ലിയറൻസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ കിട്ടുന്നില്ല. സോ UN ഇടപെട്ടുകൊണ്ട് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ ബഹ്റൈൻ്റെ ഷിപ്മെന്റ് ക്ലിയറൻസ് വാങ്ങിച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UN ഇറാൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ബഹ്റൈന് വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ഈസി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കി കൊടുക്കും. കാരണം UN കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ്. ഇപ്പം ബഹ്റൈൻ മാത്രമല്ല, ഇനിയിപ്പം ലോകം അടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെ കടന്നു പോകുന്നില്ല. കാരണം ഈ പല പെട്രോളിയം പ്രോഡക്റ്റുകളുടെയും അതേപോലെ പല ഗ്യാസ് പ്രോഡക്റ്റുകളുടെയൊക്കെ ബൈ പ്രോഡക്ട്സിൽ ഈ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടുള്ള കമ്പോണന്റ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസും ഇപ്പം ഇവിടെ നിന്ന്
കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ ഇതിലൂടെ അഫക്റ്റ് ആകുന്നത് അഗ്രികൾച്ചറാണ്. പൂർണ്ണമായും രാജ്യങ്ങളുടെ പുരോഗതിയെ ബാധിക്കുന്ന വിഷയമാണ്. പുരോഗതി മീൻസ് ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറുകയാണ് ഈ മിഡിൽ ഈസ്റ്റ് ഇറാൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ ഫെർട്ടിലൈസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾക്ക് പ്രശ്നമുണ്ടാവും. കാരണം നമ്മൾ ഈ ജൈവ കൃഷി എന്ന് പറയുന്നത് നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള കൃഷി രീതിയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് നമ്മളിപ്പം വ്യാപകമായി നടത്തുന്നത്. അപ്പം ഇത് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് ശരിക്കും ഫുഡിന് ഒരുപാട് നീഡുണ്ട്, പോപ്പുലേഷൻ എവറി ഡേ ഗ്രോ ആവുന്നുണ്ട്. അപ്പൊ അന്നത്തെ ഫുഡ് ഷോർട്ടേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫെർട്ടിലൈസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയിലേക്ക് ആഗോളതരത്തിൽ തന്നെ ആൾക്കാർ മാറി ചിന്തിച്ചു. ഇപ്പൊ ഫെർട്ടിലൈസേഴ്സ് കിട്ടാതാകുമ്പോഴത്തേക്കും പരമ്പരാഗതമായിട്ടുള്ള കൃഷി രീതിയിലേക്ക് മടങ്ങി പോകുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത്ര എളുപ്പത്തിൽ നടക്കത്തില്ല. കാരണം ഈ ലാൻഡ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഈ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ട്രംപിന് എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് പ്ലാൻ രൂപപ്പെടുത്തി ഈ യുദ്ധത്തിൽ നിന്നും തലയൂരിയാ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഇറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇറാൻ എന്തായാലും നീ വന്ന് അടിച്ചതല്ലേ, എന്നാൽ പിന്നെ അടിച്ച് തീർത്തിട്ട് പോകും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാം എന്നുള്ള നിലയിലാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ മെയിനായിട്ട് എയിം വെച്ചിരിക്കുന്നത് ഇസ്രായേലിനെയാണ്. കാരണം അമേരിക്ക ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് വീണ്ടും മിസൈലുകൾ അയക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ഡിമോന ഏരിയയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ഡിമോനയിൽ ഇപ്പം ഇത് മൂന്നാമത്തെ ഹെവി അറ്റാക്കാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇന്ന് നടത്തിയിരിക്കും, ചൊവ്വാഴ്ച നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു പക്ഷേ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് കിട്ടിയതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ തബ്രീസ് ഏരിയ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇഷ്ഫഹാനിൽ 7 ലൊക്കേഷനിൽ ആക്രമണം. അതേപോലെ ഇഷ്ഫഹാനും തബ്രീസും ശരിക്കും ഇറാന്റെ ഇൻഡസ്ട്രിയൽ സോണാണ്. ആ ഇൻഡസ്ട്രിയൽ സോണിൽ മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഏരിയകളെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തെഹ്റാന്റെ ഉള്ളിലും പല ബിൽഡിങ്ങുകളെയും ഇതേപോലെ സ്കെലറ്റൽ സിസ്റ്റമാക്കി നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലും ഇറാന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ തുരിതര മിസൈലുകൾ വിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ വാർഹെഡുകൾ അയച്ചുകൊണ്ട് വളരെ പരിമിതമായ സ്ഥലങ്ങളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ അവർ ഫയർ ചെയ്യുന്ന എല്ലാ എയർ ടു സർഫസ് മിസൈലുകളും കൃത്യമായ ടാർഗറ്റ് ഉന്നം വെച്ചാണ് അവർ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഷാർപ്പ് അറ്റാക്കാണ്. ഇസ്രായേൽ നടത്തുന്ന എല്ലാം തന്നെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് അറ്റാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് തെഹ്റാനിലൊക്കെ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പാകിസ്ഥാൻ, ഈജിപ്റ്റ്, തുർക്കി ഈ 3 രാജ്യങ്ങളെയും വെച്ചുകൊണ്ട് അമേരിക്ക ഡെസ്പറേറ്റ്ലി ട്രൈ ചെയ്യുന്ന ഈ ഒരു പീസ് ഡീലിന് വേണ്ടിയിട്ട് കണ്ടീഷനായിട്ട് 3 ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 3 ഉപാധികൾ ഞാനിവിടെ വായിക്കുന്നുണ്ട്. നമ്പർ 1, ഇറാന്റെ ലെജിറ്റിമസി അംഗീകരിക്കുക. ഇറാൻ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണെന്നുള്ളത് അംഗീകരിക്കുക ആദ്യം. രണ്ടാമത്, ഇത്രയും നാൾ നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം തരിക. ജസ്റ്റ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങളൊരു തുക പറയും, അതങ്ങ് ഇട്ടേക്കുക. ഒരു ഇന്റർനാഷണൽ സംഘടന രൂപീകരിച്ചുകൊണ്ട് ഇറാന്റെ മേലിലേക്ക് ഇനി ഒരു തരത്തിലുള്ള അഗ്രഷനും ഞങ്ങൾ നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ് തരിക. ഇത് 3 ഓക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എന്ത് നാണക്കേടാണിത്. ഇത് അമേരിക്കയെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ട്രംപിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളെയോ അല്ലെങ്കിൽ ട്രംപിന്റെ നിലപാടുകളെയോ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജിയോ പൊളിറ്റിക്സ് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം അതാണ് സിറ്റുവേഷൻ. ട്രംപ് വേണമെങ്കിൽ നാളെ ഒരുപക്ഷെ അബ്ബാസ് അരക്ചിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് വൈറ്റ് ഹൗസിൽ ചായ കുടിച്ചെന്ന് വരും. അബ്ബാസ് അരക്ചിതിനെ ചായ വേണ്ടാന്ന് പറഞ്ഞാലും പുള്ളിക്കാരൻ കുടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്വഭാവക്കാരനാണ് ട്രംപ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുള്ളിയെ വിചാരിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ജിയോ പൊളിറ്റിക്സും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഈ കണ്ടീഷൻസ് അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള തിരിച്ചറിവ് നെതന്യാഹുവിന് ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പോൾ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഈ ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം ഏത് മൊമെന്റിലും ഒരു ഡീൽ വന്നു കഴിഞ്ഞാൽ നിരുപാധികം ഇസ്രായേലിനെ പിൻവലിയേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിർണായകമായിട്ടുള്ള കീ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്യാനുള്ള ധൃതിയിലാണ് ഇസ്രായേൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മിസൈലുകളും കൂടി ഇറാൻ അവിടെ നിന്ന് ഇങ്ങനെ തുരിതര അയച്ചുകൊണ്ടിരിക്കുകയാണ്. 79th വേവ് ഓഫ് അറ്റാക്കാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ ലെബനന്റെ ഉള്ളിലും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. 8 ബ്രിഡ്ജുകളാണ് തകർത്തത്. 8 ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ലിറ്റാനി റിവറിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന, അതായത് സെൻട്രൽ ലെബനാനിൽ നിന്നും സദൻ ലെബനാനിലേക്ക് കടക്കാനുള്ള കണക്റ്റിംഗ് ബ്രിഡ്ജുകളാണ് ഈ ഒരു 8 ബ്രിഡ്ജുകൾ. ആ 8 ബ്രിഡ്ജുകളും ഇസ്രായേൽ അടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ അതായത് സൗത്ത് ലെബനാനിലേക്ക് ഇനി വരണ്ട എന്നുള്ളതാണ്. പക്ഷേ ലെബനാന്റെ പ്രസിഡന്റ് ജോസഫ് ആവാൻ ചോദിച്ചിരിക്കുന്നത്, ഇസ്രായേൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, 2024 നിങ്ങൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തല്ലോ, ഒരു ഡീൽ. ആ ഡീൽ അനുസരിച്ച് നിങ്ങൾ പുറകോട്ട് പോകും. ലെബനന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ ട്രൂപ്പിനെ പിൻവലിക്കണം. അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹെസ്ബുള്ളയുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ധാരണയിൽ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാൻ
ഇസ്രായേൽ തയ്യാറല്ല. കാരണം ആ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ 5 ചെക്ക് പോസ്റ്റുകളിൽ നിന്നും നിരന്തരം ലെബനാനെ മോണിറ്റർ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ലെബനാന്റെ ഉള്ളിൽ ഹെസ്ബുള്ള എവിടെയൊക്കെ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഈ സദൻ ലെബനാനിൽ തന്നെ എത്രമാത്രം ഏരിയകളിൽ ഇവർ ആയുധങ്ങൾ പതുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതൊക്കെ പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ്. അതായത് ഈ 2024 ട്രൂസ് ഡീൽ സൈൻ ചെയ്തതിന് ശേഷം ഹെസ്ബുള്ള നടത്തി കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഇനിയും മണ്ടത്തരം കാണിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് ലിറ്റാനി റിവർ വരെയുള്ള ഏരിയ ക്യാപ്ചർ ചെയ്യാൻ പോവാണ്, അത് ഒക്കുപ്പൈ ചെയ്യാൻ പോവാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രഖ്യാപനം അതാണ്. അതുപോലെ ലെബനന്റെ നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഫ്രാൻസ് ഇന്ന് സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇമ്മാനുവൽ മാക്രോൺ എന്ത് തന്നെ ശബ്ദിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇസ്രായേലിന്റെ തീരുമാനം വളരെ ഉറച്ച തീരുമാനമാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സിറിയയ്ക്കുള്ളിൽ ഒരു ചെറിയ പോർഷൻ, അതായത് സിറിയയുടെ കുറച്ച് അഡീഷണൽ ഏരിയ എക്സ്ട്രാ ബഫർ സോണായിട്ട് ഇസ്രായേൽ തീരുമാനിച്ച് സിറിയയുടെ സ്ഥലം കയറി പിടിച്ച് സിറിയയുടെ കുറച്ച് സ്ഥലം കൂടി ഒക്കുപ്പൈ ചെയ്ത് അഡീഷണൽ ബഫർ സോൺ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കൊനഡ്ര മേഖലയിൽ അൽ സുവൈദ വരെയുള്ള ഏരിയയിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും, അതായത് 4 സൈഡിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും തീവ്രവാദികൾ ഇതിലേക്ക് കടന്നു കയറി വരാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇസ്രായേൽ ഈ ഒരു അഡ്വാൻസ്ഡ് ആക്ഷൻ എടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ സിറിയയ്ക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. സിറിയയിലെ HTSന്റെ അഹമ്മദ് അൽ ഷറയുടെ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല, അവർ ആ അഡീഷണൽ ബഫർ സോണിൽ നിന്നും പുറകിലോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ആക്ച്വൽ ബഫർ സോണിൽ നിന്നും പിന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ ആക്ച്വൽ ബഫർ സോൺ എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പം 2024 ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്ത സ്ഥലങ്ങളാണ്, അവർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒക്കുപ്പൈ ചെയ്ത സ്ഥലങ്ങളാണ്. അതായത് ഹെർമോൺ മലനിരകൾ തൊട്ട് താഴെ കൊനഡ്ര അൽ സുവൈദ വരെയുള്ള ഏരിയ. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ബഫർ സോൺ ആണ് ഇസ്രായേൽ ഓൾറെഡി തന്നെ രൂപപ്പെടുത്തി വെച്ചിരുന്നത്. ആ എക്സ്ട്രാ ബഫർ സോൺ തന്നെ അലൗഡ് അല്ല എന്നാണ് സിറിയ പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ കൃത്യമായിട്ട് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് ബഫർ സോൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അതിനെയാണ് ഇപ്പം സിറിയൻ ഗവൺമെന്റ് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇറാഖിന്റെ ഉള്ളിൽ ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകളും US കുർദ് ടീമുകളും അതുപോലെ തന്നെ ഇറാഖിന്റെ മിലിറ്ററിയും, ഇങ്ങനെ 3 ടീമുകൾ അവിടെ കിടന്ന് അടികൂടുകയാണ്. ഈ 3 ടീമുകൾ അവിടെ കിടന്ന് അടികൂടുന്നതിൽ ഇന്നലെ അമേരിക്ക ഏതാണ്ട് 5 സ്പോട്ടുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാഖിന്റെ ഉള്ളിൽ. ഇത് തീർച്ചയായിട്ടും ഇറാഖിന്റെ ഗവൺമെന്റിനെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടല്ല, ഇറാന്റെ മിലീഷ്യ ടീമുകളെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ 5 മേഖലകളിലും ഇറാന്റെ മിലീഷ്യ ഗ്രൂപ്പുകളിൽപ്പെട്ട നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഇറാഖിന്റെ ഗവൺമെന്റ് ഫോഴ്സും ഇറാന്റെ മിലീഷ്യ ഗ്രൂപ്പുകളും തമ്മിലും അടി നടക്കുന്നുണ്ട്. ശരിക്കും അവിടെ കൂട്ടത്തല്ലാണ്, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇറാഖിന്റെ ഉള്ളിൽ. ഇപ്പം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 22 രാജ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം മിഡിൽ ഈസ്റ്റ് ആണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഇനിയിപ്പോൾ അടുത്ത് എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തിക്കഴിഞ്ഞാൽ ആ ചോദ്യം വളരെ വലുതാണ്. കാരണം ഇത് ഒരു ഡു ആർ ഡൈ സിറ്റുവേഷൻ ആണ്. ട്രംപ് ഇറാനെ ആക്രമിക്കാൻ തീരുമാനമെടുത്ത് ഇറാന്റെ മേളിൽ ആദ്യത്തെ അറ്റാക്ക് നടത്തിയ സമയത്ത് ട്രംപ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ട്രംപ് തന്നെ വിചാരിച്ചാൽ പോലും ഈ യുദ്ധം നിർത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമായിട്ട് മാറുകയാണ്. കാരണം ഇറാനെ ഹാഫ് ലൈഫോടുകൂടി വിട്ടേച്ച് പോകരുത് എന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടതായിട്ട് ന്യൂയോർക്ക് ടൈംസ് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ സൗദി അറേബ്യയുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് വെണ്ട കാഷെടുത്തിൽ കൊടുത്തിട്ടുണ്ട് വാർത്ത. ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ളിലും അതേപോലെ ഇറാന്റെ ഉള്ളിലും ഉണ്ടാക്കുന്ന ഒരു ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റ് വളരെ വലുതാണ്. ഇത് ഒരു ഷിയ സുന്നി ആ കോൺഫ്ലിക്റ്റിന്റെ തീവ്രതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് സഹായകരമാവും. ഈ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചതിന്റെ വിശദീകരണങ്ങളൊന്നും സൗദിയും ചോദിച്ചിട്ടില്ല, അമേരിക്കയിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചിട്ടില്ല ഇവർക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടി എന്നുള്ളത്. ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വാർത്ത ഉണ്ട്. പക്ഷേ ഇത് പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിനെ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകത്തില്ല. പക്ഷേ ഇതേ സമയത്തിനെതിരെ പ്രതികരണമില്ലാത്ത രീതിയിലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു സൈലൻസ് അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് പറയുന്ന മെസ്സേജ് വളരെ വലുതാണ്. ആ മെസ്സേജ് വേറൊന്നുമല്ല, ഇറാന്റെ മിലിറ്ററി ഫോഴ്സ് പൂർണ്ണമായിട്ടും തകർക്കുക, ഇറാന്റെ IRGCയുടെ റെജിം മിലിറ്ററി പവർ അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് തകർക്കുക, സീറോ ആക്കുക, എന്നിട്ടേ അമേരിക്കയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ. ഇതാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ നിലപാട്. എന്തായാലും യുദ്ധം അടുത്ത ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ഇത് ഒരു ധാരണയിൽ എത്തിക്കാമെന്ന് പറയുന്നെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണവും ഇറാന്റെ ആക്രമണവും ശക്തമായി തന്നെ തുടരുകയാണ് 2 രാജ്യങ്ങൾ തമ്മിൽ. ഈ തുടങ്ങി വെച്ച യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ സമാധാന ചർച്ച നടത്തി ഇതിൽ നിന്ന് പിന്മാറണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു വെസ്റ്റ് ഏഷ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.